നിന്നെ ഓർത്ത് കുറെ കരഞ്ഞതാ അവിടെ. നീ കാണിച്ച സ്നേഹത്തിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. ഇനി ഇക്കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ട രാവിലെ. നിന്നെ ഓർത്ത് കുറെ കരഞ്ഞതാ അവിടെ. നീ കാണിച്ച സ്നേഹത്തിന് കുറച്ചെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവളെ അവളുടെ വഴിക്ക് വിട്ടേക്ക്. പിന്നെ ഇനി ഈ കാര്യം പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരണ്ട രാവിലെ. എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറ. ഒരു മനുഷ്യനെ ഈ മുന്നിൽ കിടന്ന് സംസാരിക്കുന്നതിനുള്ള പരിഗണനയെങ്കിലും എനിക്ക് തരാം. നീ വല്ലതും കേൾക്കുന്നുണ്ടോ? നീ കേൾക്കുന്നുണ്ടോ? നിനക്കെന്താ ഭ്രാന്താണോ? പറയാനൊന്നുമില്ല, അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നേ. രാവിലെ ഞാൻ ഈ റിയാക്ഷൻസ് ചോദിക്കുന്നത് എനിക്ക് തലയ്ക്ക് ഭ്രാന്തായിട്ടല്ല. നമ്മുടെ ഇടയിലുള്ള ഈ എക്സൈറ്റ്മെന്റ് സ്നേഹവും എന്നും ഒരുപോലെ ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. എന്നാ ഒരു കാര്യം ചെയ്യാം, എന്നും വൈകിട്ട് ഓഫീസ് കഴിഞ്ഞ് വന്നിട്ട് ഒരു വെള്ളപ്പേപ്പറിൽ നിന്റെ അടുത്ത് എഴുതി തരാം, ഞങ്ങൾക്കിടയിൽ പ്രശ്നമൊന്നുമില്ല, എന്നും ഞാൻ എന്നെ സ്നേഹിക്കുന്നു. അജു ഓവർ ആക്കരുത്. നീ മനുഷ്യനോട് ഓരോ പ്രശ്നങ്ങൾ ഇപ്പോൾ തലപ്രാന്ന് പിടിച്ചിരിക്കുമ്പോഴാണ്. എന്താ നിന്റെ പ്രശ്നം? പോകുന്നുണ്ടോ? രാജു, എടീ, ഞാനപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു പോയതാ. രാജു, സോറി. ഞാനേ കുറച്ച് വെള്ളം എടുത്തിട്ട് എനിക്കെന്നെ ഇതിനു വേണ്ടി മാത്രം മതിയോ രാവിലെ? നീ എന്നോടൊന്ന് ആത്മാർത്ഥമായിട്ട് സംസാരിച്ചിട്ട് എത്ര നാളായിന്നറിയോ? എടാ, ഇപ്പോഴെങ്കിലും നീ ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി ഇതാ. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് നിന്റെ റിപ്ലൈയാ. ഇല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പ് ഇല്ലാണ്ടായി പോവും. ഞാൻ ഇങ്ങനത്തെ ഒരുത്തനാണ്. എന്നെ മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിന്നാൽ മതി. നിന്നെ മനസ്സിലാക്കി നിന്റെ കൂടെ അല്ലേ? നീ എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? അധികം പോകുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഇറങ്ങി പോടി. എവിടെന്ന് വെച്ചപ്പോ ഇരുന്ന് മോങ്ങാനായിട്ട്. ഗോസ്റ്റിംഗ് എന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായി ചേച്ചി. അവൻ്റെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി മാത്രം അവൻ എൻ്റെ അടുത്ത് വരും. കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ യൂസ്ലെസ്സാണ്. കുറേ വഴക്കുണ്ടാക്കും, ഡിസ്റെസ്പെക്റ്റ് ചെയ്യും, ഒരുപാട് കരയിക്കും. ഒരു പോയിന്റിൽ ഞാൻ അവൻ്റെ അടുത്തുനിന്ന് പോവാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്നേഹം നടിച്ച് വീണ്ടും വരും. ഇത് തന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് നടക്കുന്നു. എനിക്കൊരു സമാധാനമില്ല ചേച്ചി. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മര്യാദയ്ക്കൊന്ന് ജോലി ചെയ്യാനോ ഒന്ന് ഉറങ്ങാൻ പോലും.
ശരിക്കും ഞാൻ നിങ്ങളെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ച. പുറത്തുനിന്ന് കാണുമ്പോൾ എന്ത് ഹാപ്പി ഫാമിലിയാണെന്നറിയോ നിങ്ങൾ. പക്ഷെ ഇപ്പം നീ പറയുമ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവണേ. ഒരു നാർസിസ്റ്റാടി അവൻ. അങ്ങനെ ഒരാളോട് ജീവിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുന്ന എല്ലാ ഫാമിലിയിലും ഉണ്ടാവും. പക്ഷെ ഇത് സോർട്ട് ചെയ്യാൻ രണ്ടുപേരും ശ്രമിക്കണ്ടേ? നിന്റെ കാര്യത്തിൽ നീ മാത്രം എഫേർട്ട് എടുക്കണേ. എങ്ങനെ അങ്ങനെ ഒരാളോട് ജീവിക്കാൻ പറ്റണേ? കാജു, ഇനി അവൻ വേണ്ട. അവനെ നീ അവൻ്റെ വഴിക്ക് വിട്ടേക്ക്. എന്തായി അവളോക്കെയാണ്? ഉറങ്ങുന്നു. നമുക്കെങ്കിൽ പോയി ലഞ്ച് പ്രിപ്പയർ ചെയ്താലോ? നടക്ക്.